ഞാൻ ദുബായിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഏറെക്കാലമായി. നിരന്തരം എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഇൻവിറ്റേഷനുകൾ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആവശ്യങ്ങൾ വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഒട്ടും അതിശയോക്തിയല്ല, ഈ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷണം ഉണ്ടാവാത്ത ദിവസങ്ങളില്ല. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ ജോലിയുടെ സ്വഭാവവും അതിനുവേണ്ടി വരുന്ന സമയത്തിൻ്റെ പ്രശ്നവും ഒക്കെ കാരണം എനിക്ക് പങ്കെടുക്കാൻ കഴിയാറില്ല. പക്ഷേ ഇന്ന് ഈ പരിപാടിയിൽ ഒരു ദിവസത്തേക്കെങ്കിലും വരേണ്ടി വന്നത് തീർച്ചയായും ഇന്ന് അവതരിപ്പിക്കുന്ന ഈ വിഷയത്തിൽ എനിക്കുള്ള താല്പര്യവും ഒപ്പം സംഘാടകര് ഇവിടെ വന്നു ചേരുന്ന ഒരു സമൂഹത്തിനെ കുറിച്ച് എനിക്ക് തന്ന ചിത്രവുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ആശയ വിനിമയം നടക്കുമ്പോൾ അത് നാളെ നമ്മുടെ നാടിന് ചെറിയ പ്രയോജനമെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് മാത്രമാണ് ഞാൻ ഈ എഫേർട്ട് എടുത്തത്. അപ്പം അതുകൊണ്ട് കേരളത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സമയമായി ഇതിനെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ടൂറിസം സാധ്യതകൾ കേരളത്തിൽ എന്തുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, പലരും കരുതിയിരിക്കുന്നത്, കേരളത്തിൽ ടൂറിസത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലെ കേരളത്തിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അധികം വിസ്തരിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അതിലേക്ക് കടക്കാം. നിരവധിയായ പ്രശ്നങ്ങളും കടമ്പകളും ഗവൺമെന്റ് നിയന്ത്രണങ്ങളും നാട്ടുകാരുടെ പ്രതിഷേധങ്ങളെയും ഒക്കെ അതിജീവിച്ച് വലിയ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് കേരളത്തിലെ ടൂറിസത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല വാസ്തവം. കേരള ഗവൺമെന്റിന്റെ പ്ലാനിംഗ് ബോർഡിന്റെ അംഗമാണ് എന്നത് ഞാനൊരു വശത്ത് മാറ്റിവെച്ച് അത് വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഗവൺമെന്റുകൾ കേരളത്തിലെ ടൂറിസത്തിന് വേണ്ടി ചെയ്തതിന്റെ എത്രയോ മടങ്ങ്, 1000, 10,000 മടങ്ങെങ്കിലും കേരളത്തിൽ ടൂറിസത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് മുഴുവൻ സ്വകാര്യ വ്യക്തികളാണ്. നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കി അറിയാം. കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ, അന്യനാടുകളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ 90% അല്ലെ 99% താമസിക്കുന്നത് അല്ലെങ്കിൽ ഫെസിലിറ്റികൾ ഉപയോഗപ്പെടുത്തുന്നത് ഒന്നും സർക്കാരിൻ്റെതല്ല. 1% താഴെയാണ് സർക്കാരിന്റെ ഫെസിലിറ്റികളെ ഉപയോഗിച്ച് അവരെ താമസിക്കുകയോ എക്സ്പ്ലോറേഷൻ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത്. ഇനിയും സാധ്യതകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ലോകത്തെവിടെയും ടൂറിസം അങ്ങനെ തന്നെയാണ്. നമ്മൾ ദുബായിൽ നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിരിക്കാം. കാരണം ഇവിടുത്തെ പ്രധാന ടൂറിസം അട്രാക്ഷൻസ് എല്ലാം ഇവിടുത്തെ ടൂറിസം ബോർഡ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയതാവാം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പാർട്ണർഷിപ്പുള്ള സ്ഥാപനങ്ങളായിരിക്കും നടത്തുന്നത്. പക്ഷെ നിങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ പൊതുസ്ഥലങ്ങൾ സർക്കാരിൻ്റെതാണ് എന്ന് വേണമെങ്കിൽ പറയാം, വെള്ളച്ചാട്ടം സർക്കാരിൻ്റെതാണെന്ന് വേണമെങ്കിൽ ഒരു അർത്ഥത്തിൽ പറയാം, അല്ലെ പൊതുജനങ്ങളുടേതാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നത് മുതൽ അവരെ യാത്രയാക്കുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും 99% നടത്തുന്നത് ഇന്ന് സംരംഭകരായ സ്വകാര്യ വ്യക്തികളാണ്. അത് 1 ലക്ഷം രൂപ മുടക്കാൻ കഴിയുന്ന ഒരാൾക്ക് മുതൽ 10,000 കോടി മുടക്കാൻ കഴിയുന്ന ഒരാൾക്ക് വരെയുള്ള സാധ്യതകളുള്ള ഒരു നാട് തന്നെയാണ് കേരളം. എന്തുകൊണ്ട് അതിന് കേരളം അർഹിക്കുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും കേരളത്തിന്റെ പൈതൃകവും കേരളത്തിന്റെ കലകളും കേരളത്തിന്റെ സംസ്കാരവും കേരളത്തിന്റെ ഭക്ഷ്യവൈവിധ്യവും ഒക്കെ ലോകത്തെ ആകർഷിക്കാൻ തക്കതായിട്ട് കൂടി എന്തുകൊണ്ട് ഇപ്പോഴും നമുക്ക് ലോകത്തെ ഭ്രമിപ്പിക്കാൻ കഴിയുന്ന, അത്ഭുതപ്പെടുത്താൻ കഴിയുന്ന സ്ഥിതിയിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് കേരളത്തിലെ ടൂറിസം വളർന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. നിങ്ങൾക്കൊക്കെ അറിയാം, 70കളിലും 80കളിലും 90കളിലും ഒക്കെ നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ പൊതുസമൂഹത്തിന്റെ, നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ ഒരു ചിന്ത ബഹുഭൂരിപക്ഷം പേരുടെയും ഇത് തന്നെയായിരുന്നു. നിങ്ങൾ പഠിക്കുന്നത് ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടിയാണ്. കേരളത്തിൽ ആ തൊഴിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗൾഫിലേക്ക് പോവുക,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോവുക. അതില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ മറ്റ് നഗരങ്ങളിലേക്ക് പോവുക. തൊഴിൽ തേടുക, തൊഴിൽ കണ്ടെത്തുക, തൊഴിൽ നേടുക. തൊഴിലിന് വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചിന്തയായിരുന്നു. നമ്മൾ ഒരിക്കലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഒരു കാരണവശാലും നിങ്ങളൊരു സംരംഭകനാകാൻ പാടില്ല എന്നാണ്. സംരംഭ സ്വഭാവം, സംരംഭം എന്ന വാക്ക് തന്നെ, സംരംഭകൻ എന്ന വാക്ക് തന്നെ അടുത്ത കാലത്ത് രൂപപ്പെട്ടതാണ്. അതിനു മുമ്പ് നമ്മൾ അത്തരം സംരംഭകരെ വിളിച്ചിരുന്ന പേരെന്താണെന്ന് നമുക്കറിയാം. കേരള സമൂഹം നമ്മളെ പഠിപ്പിച്ചിരുന്നത് സംരംഭങ്ങൾ തുടങ്ങുന്നവർ, ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സാമൂഹ്യ വിരുദ്ധരാണെന്ന് തന്നെയായിരുന്നു. ഈ പൊതുബോധം നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മളിലേക്ക് എത്തി, നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്ക് എത്തി. എന്നാൽ അന്യനാടുകളിൽ, മറ്റു നാടുകളിൽ, മറ്റു പല സംസ്ഥാനങ്ങളിലും, ഉദാഹരണം പറഞ്ഞാൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും പതിറ്റാണ്ടുകളായി അവരുടെ സംസ്കാരത്തിൽ നമുക്കറിയാം ബിസിനസിന്റെ, സംരംഭകത്തിന്റെ രക്തം തന്നെ അവരുടെ ശരീരത്തിലുണ്ട്. അതിലൂടെ സംഭവിച്ചത് എന്താണ്? ആ സ്റ്റേറ്റില്, ആ ജനസമൂഹത്തില് ഉണ്ടായ വളർച്ച. കേരളം ടൂറിസം മുതലായ ഒരു 4-5 പ്രമുഖ മേഖലകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡെസ്റ്റിനേഷനുകൾ ഒന്നായി മാറേണ്ടിയിരുന്നതാണ്. നമ്മളിപ്പോ കൊട്ടിഘോഷിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം എന്ന്. ഏറ്റവും സുപ്രധാനമായ മേഖലയാണ് ടൂറിസം. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ടെക്നോളജിയെ ഏറ്റവും എളുപ്പത്തിൽ സ്വാംശീകരിക്കാൻ കഴിയുന്ന, അതിൽ വൈദഗ്ധ്യം നേടുന്ന വലിയൊരു വിദ്യാർത്ഥി സമൂഹം, യുവജന സമൂഹം നമുക്കുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബായി, വിദ്യാഭ്യാസത്തിന്റെ ഒരു കേന്ദ്രമായി കേരളം മാറാൻ കഴിയും. ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ന് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മെഡിക്കൽ സയൻസ് പഠിക്കാൻ മധ്യേഷ്യയിലേക്ക്, റഷ്യയിലേക്ക് അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് പോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, മധ്യേഷ്യയിൽ നിന്ന്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠനത്തിനായി, ഉന്നത പഠനത്തിനായി എത്തിച്ചേരാവുന്ന ഒരു കേന്ദ്രമാക്കി, മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം. ടൂറിസം, IT, എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ സയൻസ്, ഈ 4 മേഖലകളിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി, ലോകത്തിന്റെ ഒരു സുപ്രധാനമായ ഒരു മേഖലയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം. അതിൽ ഏറ്റവും സുപ്രധാനമായ മേഖലകളിലൊന്നാണ് ടൂറിസം. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ, കേരളത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ ചാർട്ടേഡ് വിമാനങ്ങൾ നമ്മുടെ 2 അയൽ രാജ്യങ്ങളിലേക്ക് ദിനവും പറക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ മധ്യേഷ്യയിൽ നിന്ന് ഒക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കേരളത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് ശ്രീലങ്കയിൽ പോയി ലാൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിമാനങ്ങൾ പറന്ന് മാൽഡീവ്സിൽ പോയി ലാൻഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് സാധ്യതകളെ പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്താൻ ഇപ്പോഴും കഴിയുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാന കാര്യം നമ്മൾ ആദ്യം സംസാരിച്ചത് തന്നെയാണ്, സംരംഭകത്വം അവിടെ ആരംഭിക്കാൻ ഇപ്പോഴും മലയാളിക്ക് ധൈര്യം വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. പലവിധ കാരണങ്ങൾ കൊണ്ട്. സംരംഭകത്വം എന്നത് ഗൾഫിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഗൾഫിലേതുപോലെ അല്ല കേരളം എന്നതുകൊണ്ട് കേരള സംരംഭക സൗഹൃദമല്ല എന്നൊരു ധാരണയിൽ നമ്മൾ എത്തുന്നുണ്ട്. അതല്ല അതിന്റെ കാരണം. കേരളത്തിൽ സംരംഭകത്വം ഏറ്റവും സാധ്യമായ ഒരു സ്ഥലമാണ്. 41 വർഷമായി കേരളത്തിലൊരു സംരംഭകനാണ് ഞാൻ. 41 വർഷമായി ലേബർ ഇന്ത്യ എന്നൊരു വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം ലക്ഷക്കണക്കിന് കോപ്പികൾ പ്രിന്റ് ചെയ്യുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം, 300-ലേറെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രസിദ്ധീകരണ സ്ഥാപനം നടത്തുന്ന ഒരാളാണ് ഞാൻ. കൂടാതെ ഒരു ടെലിവിഷൻ ചാനൽ അവിടെ നടത്തുന്ന ഒരാളാണ് ഞാൻ. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ് എൻ്റെ കുടുംബം. കോളേജുകൾ മുതൽ, സ്കൂളുകൾ മുതൽ, ലേബർ ഇന്ത്യ ഗുരുകുലം പോലുള്ള സ്ഥാപനങ്ങൾ മുതൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ്. കേരളത്തിലെ സാഹചര്യങ്ങളിൽ തന്നെയല്ലേ അവർ പ്രവർത്തനം നടത്തുന്നത്. ശ്രീ M.A. യൂസഫ് അലി കേരളത്തിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? പല ഗൾഫാർ ഗ്രൂപ്പ്, ആസ്ട്ര മെഡിസിറ്റി, അതുപോലെ എത്ര സംരംഭങ്ങൾ മെഡിക്കൽ രംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ കോളേജുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചുകൾ, CMI എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വിഭാഗം, എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാമായി ആയിരക്കണക്കിന് ആളുകളല്ലേ തൊഴിലെടുക്കുന്നത്. അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ എത്രയോ ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ മുതൽ 2 സ്റ്റാർ, സിംഗിൾ സ്റ്റാർ വരെയുള്ള ഹോട്ടലുകൾ എത്ര എണ്ണമാണ് കേരളത്തിലുള്ളത്. എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ എല്ലാം തൊഴിലെടുക്കുന്നു. അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങൾ നോക്കൂ, ചെറിയ വർക്ക്ഷോപ്പുകൾ മുതൽ വലിയ ഓട്ടോമൊബൈൽ സ്ഥാപനങ്ങൾ വരെയുണ്ട്.
അപ്പൊ നമ്മൾ രണ്ടു വശത്തേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ കേരളത്തിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്വകാര്യ മേഖല തന്നെയാണ്. അവിടെയൊക്കെ എഫിഷ്യന്റ് ആയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ചില കഥകൾ കേൾക്കുന്നുണ്ട്. ചിലരെ നമ്മൾ കൂട്ടിച്ചു, ചിലർക്ക് തൊഴിൽ കുഴപ്പങ്ങൾ ഉണ്ടായി, ചിലർക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി. ഇതെല്ലാം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും ആ വാർത്തകൾ വരുന്നുണ്ടോ? കേരളത്തിലെ 10,000-കണക്കിന് സ്ഥാപനങ്ങളെല്ലാം ഈ പ്രശ്നമുണ്ടെന്നാണോ അതിന്റെ അർത്ഥം? ഇത് പ്രശ്നമുള്ളത് എവിടെയാണ്? നയചാതുരിയോടെ, തന്ത്രപരമായി, മെയ്വഴക്കത്തോടെ, തന്ത്രജ്ഞതയോടെ മാനേജ് ചെയ്യാൻ കഴിയാതെ വരുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഏത് നാട്ടിലാണെങ്കിലും ഉണ്ടാവുന്നുണ്ട്. പ്രതിഭാശാലികളായ മിടുക്കന്മാരായ ആളുകളെ നിങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ മിടുക്ക് ആവശ്യമായിട്ട് വരും.